നവരാത്രി ആഘോഷങ്ങളുടെ ഐതിഹ്യം കേട്ടാലോ? 9 പകലും രാത്രിയും നടക്കുന്ന സുന്ദരവും ഭക്ത്യാധിക്യവുമുള്ള ഉത്സവമാണ് നവരാത്രി. രാജ്യത്തൊട്ടാകെ നവരാത്രി ആഘോഷങ്ങളുടെ കാലമാണിത്. കന്നിമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് പ്രഥമ മുതൽ 9 ദിവസമാണ് ആഘോഷം. മഹിഷാസുരനെ നിഗ്രഹിക്കാൻ പാർവതി, സരസ്വതി, ലക്ഷ്മി എന്നീ ദേവതമാർ ചേർന്ന് ദുർഗാദേവിയായി രൂപം പൂണ്ട് 9 ദിവസം വ്രതം അനുഷ്ഠിച്ച് ആയുധ പൂജയിലൂടെ ശക്തിയാർജിച്ചു എന്നാണ് നവരാത്രിയുടെ ഐതിഹ്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. നവരാത്രിയിൽ ആദ്യ 3 ദിവസം പാർവതിയെയും അടുത്ത 3 ദിവസം ലക്ഷ്മിയെയും അവസാന 3 ദിവസം സരസ്വതിയെയുമാണ് പൂജിക്കുന്നത്. കേരളത്തിൽ നവരാത്രി ആയുധ പൂജയുടെയും വിദ്യാരംഭത്തിന്റെയും സമയമാണ്. അഷ്ടമി നാളിൽ എല്ലാവരും പണിയായുധങ്ങൾ പൂജ വയ്ക്കുന്നു. മഹാനവമി ദിവസം മുഴുവൻ പൂജ ചെയ്ത ശേഷം വിജയദശമി ദിവസം കുട്ടികളെ എഴുത്തിനിരുത്തുന്നതാണ് ഇവിടുത്തെ ആഘോഷം. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ച് നവരാത്രിയുടെ അവസാനമാണെന്നും ഐതിഹ്യമുണ്ട്. ദുർഗാദേവിക്ക് വേണ്ടി നടത്തപ്പെടുന്നതാണ് നവരാത്രി പൂജ. ശരത്കാലത്തിലും വസന്തകാലത്തിലുമാണ് വിധിപ്രകാരം നവരാത്രി പൂജ ചെയ്യേണ്ടത്. കാലദംഷ്ട്രകൾ എന്നാണ് ഈ 2 കാലവും അറിയപ്പെടുന്നത്. മേടം, തുലാം എന്നീ മാസങ്ങളിൽ ഈ വ്രതം അനുഷ്ഠിക്കപ്പെടണമെന്നാണ്. ത്രൈലോകങ്ങൾ കീഴടക്കി വാണ അസുര രാജാവായിരുന്നു മഹിഷാസുരൻ. സ്വർഗത്തിൽ നിന്ന് ഇന്ദ്രനെയും ദേവതകളെയും മഹിഷാസുരൻ ആട്ടിപ്പായിച്ചു. ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, പരമേശ്വരന്മാരുടെ നിർദ്ദേശപ്രകാരം ദേവതകളുടെ എല്ലാം തേജസ് ഒന്നായി ചേർന്ന് രൂപമെടുത്തതാണ് ദുർഗാദേവി. വിവിധ രൂപങ്ങളിലായി സ്ഥിതി ചെയ്തിരുന്ന ശക്തികളെല്ലാം സമാഹരിച്ച് രംഗപ്രവേശം ചെയ്ത അതിസുന്ദരിയായിരുന്നു ദേവി. ദേവി ദേവലോകത്തെത്തി മഹിഷാസുരനെ വെല്ലുവിളിച്ചു. ദേവിയെ കണ്ട മാത്രയിൽ തന്നെ മഹിഷാസുരൻ ദേവിയിൽ അനുരക്തനായി. എന്നാൽ തന്നെ പരാജയപ്പെടുത്താൻ കഴിവുള്ള ആളുടെ ഭാര്യയാകാനാണ് തനിക്കിഷ്ടമെന്ന് ദേവി അരുളി ചെയ്തു. ഇരുവരും യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിനെത്തിയ മഹിഷാസുരന്റെ മന്ത്രിമാരെയെല്ലാം ഒന്നൊന്നായി ദേവി കൊന്നൊടുക്കി. ഒടുവിൽ മഹിഷാസുരനെ തന്നെ നേരിട്ടെത്തി. വിഷ്ണുചക്രം കൊണ്ട് ദേവി മഹിഷാസുരന്റെ കണ്ഠം ഛേദിച്ചു. ദേവകൾ അത്യധികം ആനന്ദിച്ചു. ദുർഗാദേവി മഹിഷാസുരനെ കൊന്ന് വിജയം വരിച്ചതാണ് വിജയദശമി എന്ന് സങ്കല്പിക്കപ്പെടുന്നു. ദുർഗ മഹിഷാസുരനെ ജയിച്ചെന്ന കഥ വിദ്യയുടെ ആവിർഭാവത്തോടെ അജ്ഞാനാന്ധകാരം നശിച്ചു എന്നതിന്റെ സൂചനയായി കണക്കാക്കാം. അതിനാൽ ജീവിത വിജയത്തിന് ഉപകരിക്കുന്ന സകല കലകളുടെയും അഭ്യാസ സംരംഭത്തിന്റെയും ഏറ്റവും അനുയോജ്യമായ സന്ദർഭമായി ഇതിനെ പരിഗണിക്കുന്നു. ദുർഗയുടെ തന്നെ രൂപാന്തര സങ്കല്പമാണല്ലോ സരസ്വതി. ദേവിയുടെ വിജയദിനമായി കരുതപ്പെടുന്ന വിജയദശമി വിദ്യാരംഭത്തിനായി ആചരിക്കപ്പെടുന്നു. യോദ്ധാവ് തന്റെ ആയുധങ്ങളെയും സാഹിത്യകാരൻ തന്റെ ഗ്രന്ഥങ്ങളെയും തൂലികയെയും സംഗീതജ്ഞർ സംഗീതോപകരണങ്ങളെയും ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ച് പൂജിച്ച ശേഷം വിജയദശമി ദിനത്തിലെ ശുഭമുഹൂർത്തത്തിൽ പ്രാർത്ഥനാപൂർവ്വം അവ തിരികെ എടുക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് നവരാത്രി ആഘോഷിക്കുന്നത്. ഉദാഹരണത്തിന് ഗുജറാത്തിൽ ആളുകൾ ദണ്ഡിയ അവതരിപ്പിച്ച് ആഘോഷിക്കുന്നു. ബംഗാളിൽ സപ്തമി മുതൽ ദശമി വരെയുള്ള അവസാന 4 ദിവസങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ കാലയളവിൽ തീവ്രമായ പൂജാ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. തമിഴ്നാട്ടിൽ ഈ സമയത്ത് ദുർഗ, സരസ്വതി, ലക്ഷ്മി എന്നിവരെ ആരാധിക്കുന്നു. പഞ്ചാബിൽ ഭക്തർ ആദ്യത്തെ 7 ദിവസം വ്രതം ആചരിക്കുകയും 8ാം ദിവസം 9 പെൺകുട്ടികൾക്ക് ഭക്ഷണം വിളമ്പുകയും അവരുടെ പാദങ്ങളിൽ സ്പർശിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്നു. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സന്തോഷിക്കാൻ അവരുടേതായ തനതായ ആചാരങ്ങൾ പിന്തുടരുന്നുണ്ട്. വീട്ടിൽ നവരാത്രി പൂജ എങ്ങനെ ആഘോഷിക്കുന്നു എന്നത് ഓരോ സംസ്ഥാനത്തിനനുസരിച്ചും വ്യത്യസ്തമായിരിക്കും. എന്നിരുന്നാലും ഈ സമയത്ത് വ്യത്യസ്തമായ ആചാരങ്ങൾ നടത്തുന്നതിന് പിന്നിലെ കാരണം ദേവിയെ പ്രീതിപ്പെടുത്തുകയും സന്തോഷവും സമൃദ്ധമായ ജീവിതം നയിക്കാൻ അനുഗ്രഹം തേടുകയും ചെയ്യുന്നതാണ്.